എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശനത്തിനും പുറത്തുകടക്കുന്നതിനും പ്രത്യേക വഴികളുണ്ട്. അവയെ ഓൺ റാമ്പ് എന്നും ഓഫ് റാമ്പ് എന്നും വിളിക്കുന്നു. ഇത് അത്യാവശ്യം വളഞ്ഞ പാതയായിരിക്കും. എങ്ങനെയാണ് സുരക്ഷിതമായി എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശിക്കാം? എക്സ്പ്രസ് ഹൈവേയിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിക്കുന്ന പാതയെ ഓൺ റാമ്പ് എന്ന് പറയും. ആദ്യം ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ബോർഡുകൾ ശ്രദ്ധിക്കുക. വലത് ഇൻഡിക്കേറ്റർ ഇട്ടതിനു ശേഷം ഓൺ റാമ്പിലേക്ക് പ്രവേശിക്കുക. ശേഷം ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി വാഹനത്തിന്റെ വേഗത കൂട്ടി ഹൈവേയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ വേഗത ഏകദേശം തുല്യമാക്കാൻ ശ്രമിക്കുക. ഈ പാതയെ ആക്സിലറേഷൻ ലെയിൻ എന്ന് വിളിക്കുന്നു. ഇത് തുടക്കത്തിൽ വീതിയുള്ളതും അവസാനത്തിൽ കൂർത്തതുമായ പാതയായിരിക്കും. പെട്ടെന്ന് ഹൈവേയിലേക്ക് വെട്ടിച്ച് കയറാതെ സുരക്ഷിതമായി ഹൈവേയിലേക്ക് ലയിക്കാൻ ഈ പാത സഹായിക്കും. നിങ്ങളുടെ വാഹനം ഈ പാതയുടെ അറ്റം എത്തും വരെ ഹൈവേയിലേക്ക് പ്രവേശിക്കാനായി കാത്തിരിക്കരുത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഹൈവേയിലേക്ക് കയറാൻ അവസരം കിട്ടിയില്ലെങ്കിൽ അവിടെ നിർത്തി ഇടേണ്ടി വന്നാൽ പിന്നീട് ഹൈവേയിലേക്ക് കയറുക എന്നത് ദുഷ്കരമായിരിക്കും. ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങളെ കണ്ണാടികളിലൂടെയും തല തിരിച്ചു നോക്കിയും സുരക്ഷിതമായ ഒരു അകലം കണ്ടെത്തി വേണം പ്രധാന പാതയിലേക്ക് ലയിക്കാൻ. മറ്റ് വാഹനങ്ങളുടെ വേഗതയും അകലവും പരിഗണിക്കണം. ഹൈവേയിലേക്ക് പ്രവേശിച്ച ഉടനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയോ വേഗത കുറയ്ക്കുകയോ ചെയ്യരുത്. ഇടതുവശം ചേർന്ന് ഹൈവേയിലേക്ക് പ്രവേശിച്ച ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ മറ്റ് ലെയിനിലേക്ക് ശ്രദ്ധിച്ചു മാറാവുന്നതാണ്. ഒരിക്കലും പെട്ടെന്ന് സ്റ്റെയറിംഗ് വെട്ടിച്ച് ലൈനുകൾ മാറാൻ പാടില്ല. ആവശ്യമുള്ള വേഗത വർദ്ധിപ്പിച്ച് ഹൈവേയിലെ മറ്റു വാഹനങ്ങൾക്ക് ഒപ്പം നീങ്ങുക. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരിക്കലും ഇറങ്ങുന്ന വഴിയിലൂടെ കയറാൻ ശ്രമിക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തലാണ്. ഇനി എങ്ങനെയാണ് ഹൈവേയിൽ നിന്നും വാഹനങ്ങൾ പുറത്ത് ഇറങ്ങേണ്ടത് എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കയറാനുള്ള വഴിയിലൂടെ ഒരിക്കലും ഇറങ്ങാൻ പാടില്ല. അതുമാത്രമല്ല വീഡിയോയിൽ കാണുന്നത് പോലെ രണ്ടാം ട്രാക്കിൽ നിന്നും പെട്ടെന്ന് വെട്ടിച്ച് ഇറങ്ങാനും പാടില്ല. അത് വലിയ അപകടത്തിന് കാരണമാകും. എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ നിങ്ങൾ ഓഫ് റാമ്പ് അഥവാ പുറത്ത് ഇറങ്ങാനുള്ള വഴി മാത്രം ഉപയോഗിക്കണം. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പുറത്തുകടക്കൽ അടുത്തു വരുമ്പോൾ ഏകദേശം 1 കിലോമീറ്റർ മുമ്പ് തന്നെ സൈൻ ബോർഡുകൾ ശ്രദ്ധിച്ച് ഏറ്റവും ഇടത് ലൈനിലേക്ക് മാറുക. ഏകദേശം 300 മീറ്റർ മുമ്പ് തന്നെ ഇടത് ഇൻഡിക്കേറ്റർ ഇടുന്നതായിരിക്കും നല്ലത്. പ്രധാന ഹൈവേയിൽ വെച്ച് വേഗത കുറയ്ക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാകും. പുറത്തുകടക്കുന്ന റാമ്പിന് ഒരു പ്രത്യേക പാതയുണ്ടാകും. ഇതിനെയാണ് ഡീസലറേഷൻ ലെയിൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ തുടക്കം കൂർത്തതും അവസാനം വീതി കൂടിയ പാതയുമായിരിക്കും. ഈ പാതയുടെ തുടക്കത്തിൽ തന്നെ പ്രവേശിക്കുക. കാരണം നിങ്ങളുടെ പിന്നിലുള്ള വാഹനങ്ങൾ നിങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പായി ഈ പാതയിലേക്ക് കയറിയാൽ പിന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടാതെ വന്നേക്കാം. ഈ പാതയിലേക്ക് വാഹനം കയറിയ ശേഷം മാത്രം വേഗത കുറച്ച് നിശ്ചിത വേഗതയിൽ എക്സിറ്റ് ചെയ്യുക. ഓഫ് റാമ്പിൽ നിന്ന് പുറത്തുകടക്കുമ്പോൾ അത്യാവശ്യം വളവുകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ വേഗത കുറച്ച് ശ്രദ്ധയോടെ ഡ്രൈവ് ചെയ്യുക. എക്സ്പ്രസ് ഹൈവേയിൽ ഓടിക്കുമ്പോൾ അനാവശ്യമായി ഹോൺ അടിക്കുന്നത് ഒഴിവാക്കുക. മുന്നിലുള്ള വാഹനവുമായി സുരക്ഷിത അകലം പാലിക്കുക. ഇടതുവശത്തെ ലെയിൻ സാധാരണയായി വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കുള്ളതാണ്. ഏറ്റവും വലതുവശത്തെ ലെയിൻ ഓവർടേക്കിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എക്സ്പ്രസ് ഹൈവേയിൽ കാൽനടയാത്രക്കാരോ സൈക്കിളുകളോ ഓട്ടോറിക്ഷകളോ ഹെവി മെഷീനറികളോ അനുവദനീയമല്ല. വീഡിയോയിൽ കാണും പോലെ നീളത്തിൽ വര ഉള്ളിടത്ത് ഒരിക്കലും ലൈൻ മാറാനോ ഓവർടേക്ക് ചെയ്യാനോ പാടില്ല. പുറത്ത് കടക്കാനുള്ള വഴി ശ്രദ്ധിക്കാൻ വൈകിയതിന്റെ പേരിൽ ഒരിക്കലും എക്സ്പ്രസ് ഹൈവേയിൽ വാഹനം പിറകോട്ട് എടുക്കാൻ പാടില്ല. ഇത് നിങ്ങളുടെ മാത്രമല്ല മറ്റു പലരുടെയും ജീവനുകൾ അപകടത്തിലാക്കും. അല്പം വൈകിയാലും പ്രശ്നമില്ല. പുറത്ത് കടക്കാനുള്ള അടുത്ത വഴി വരെ ക്ഷമിക്കുക. കൃത്യസമയത്തു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നതുപോലെ പ്രധാനമാണ് ജീവനോടെ എത്തുക എന്നുള്ളതും. തയ്യാറാക്കിയത് ട്രാഫിക് ബോധവൽക്കരണ പരിശീലകൻ ജലാൽ ബേവിഞ്ച, ബ്രിഡ്ജ് മീഡിയ.